സ്കൂൾ തുറന്നപ്പോൾ ആരംഭിച്ച അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനം സ്കൂൾ കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും കുട്ടികളുമായി ഇറങ്ങിവരുന്ന ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടാൻ കാരണമാകുമെന്ന സ്കൂൾ അധികൃതർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതുല്യമായ ആഭരണങ്ങൾ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ജൂൺ 1 മുതൽ സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നുമുള്ള കുരുന്നുകളാണ് പഠനത്തിനായി എത്തുന്നത്. ഇവർ എത്തുന്നതാകട്ടെ കൂടുതലായും ഓട്ടോറിക്ഷകളിൽ തന്നെ. ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര ഏറെ അപകടകരം ആണെന്ന് നേരത്തെ തന്നെ ആരോപണം നിലനിൽക്കുന്നതിന് ഇടയിലാണ് സ്കൂളിലേക്ക് പോകുന്ന വഴിയുടെ തൊട്ട് താഴ്വശത്തായി പുതിയ അംഗൻവാടിയുടെ കെട്ടിട നിർമ്മാണം നടക്കുന്നത്. ഇതിനായി മണ്ണെടുക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് സ്കൂളിൽ നിന്നും കുട്ടികളുമായി ഇറക്കം ഇറങ്ങി വരുന്ന ഓട്ടോറിക്ഷ ഏതെങ്കിലും തരത്തിലുള്ള ബ്രേക്ക് നഷ്ടപ്പെടുകയോ നിയന്ത്രണം വിടുകയോ കൂടാതെ ഇപ്പോൾ മഴ പെയ്തു കിടക്കുന്ന സാഹചര്യത്തിൽ ടയർ തെന്നി മാറുകയോ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന കുഴിയിലേക്ക് കുട്ടികളുമായി പതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതുകൂടാതെ വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട്ടിലേക്കുള്ള നിരവധിയായ ആളുകളും രാത്രി കാലങ്ങളിൽ അടക്കം ഇതുവഴി വാഹനത്തിലും കാൽനടയായും കടന്നു പോകുന്നുമുണ്ട്. ഇവർക്കും ഭീഷണിയായി തന്നെയാണ് ഈ കുഴി നിലനിൽക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കുട്ടികളുമായി ഇറങ്ങി വന്ന ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് വീല് ചെളിയിൽ തെന്നി കുഴിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ സമയം ഓടിക്കൂടിയ നാട്ടുകാർ ഓട്ടോറിക്ഷ വലിച്ച് റോഡിലേക്ക് കയറ്റുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തു. അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ചെയ്യണം. പക്ഷേ സ്കൂൾ കുട്ടികളുടെ യാത്രയ്ക്ക് സുരക്ഷയും വേണം. അതിന് ബാരിക്കേഡോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഇവിടെ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെയും അതോടൊപ്പം തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.